സെന്റ് അലോഷ്യസ് എൽ പി സ്കൂൾ അനേകായിരങ്ങൾക്ക് അറിവ് പകർന്നു നൽകിക്കൊണ്ട് 127 വർഷങ്ങളുടെ പാരമ്പര്യത്തോടെ അതിരമ്പുഴയുടെ മണ്ണിൽ വേരുറപ്പിച്ച് നിലകൊള്ളുന്നു. പഠന പാഠ്യേതര രംഗങ്ങളിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത കെട്ടുറപ്പോടെ എന്നും നിലകൊള്ളുന്ന സരസ്വതി വിദ്യാലയം നമ്മുടെ വിദ്യാലയം. നമ്മുടെ സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരിയായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും കോർപ്പറേറ്റ് മാനേജരായി റവറന്റ് ഫാദർ ആന്റണി മൂലയിലും സ്കൂൾ മാനേജരായി അതിരമ്പുഴ ഫൊറോന വികാരി റവറന്റ് ഫാദർ മാത്യു പടിഞ്ഞാറേക്കുറ്റും നിലകൊള്ളുന്നു. പ്ലേ സ്കൂൾ മുതൽ 4ാം ക്ലാസ് വരെ 500ഓളം കുട്ടികളും ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബീന ജോസഫിന്റെ നേതൃത്വത്തിൽ 26 അധ്യാപകരും 3 അനധ്യാപകരും ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ ഈ സ്കൂളിന്റെ രക്ഷാധികാരിയായിരുന്ന റവറന്റ് ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിലച്ചന് പകരം റവറന്റ് ഫാദർ മാത്യു പടിഞ്ഞാറേക്കുറ്റും സുത്യർഹമായ സേവനത്തിന് ശേഷം പടിയിറങ്ങിയ ശ്രീമതി ലീന ജോസഫ്, ശ്രീമതി മഞ്ജു ടി തോമസ് എന്നിവർക്ക് പകരമായി ശ്രീമതി ബിജി ജോണും ശ്രീമതി ടിനു തോമസും സ്കൂളിൽ നിന്നും HM പദവിയിലേക്ക് പ്രമോഷനായി പോയ ശ്രീമതി ജെയിൻ മേരി ജെയിംസിന് പകരമായി ശ്രീ ജോൺസ് ബിനുവും ഹെഡ് ടീച്ചർ പോസ്റ്റിലേക്ക് ശ്രീമതി മെറിൻ പ്രദീപും 2025 വർഷം സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററായി ഒപ്പമുണ്ടായിരുന്ന ഫാദർ അലൻ മാലിത്തറയ്ക്ക് പകരമായി ഫാദർ മാർട്ടിൻ നിലപ്പറമ്പിലും എത്തിച്ചേർന്നു. 2025 ജൂൺ 2 പ്രവേശനോത്സവത്തോടെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൂടിയ സ്റ്റാഫ് മീറ്റിംഗിൽ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും അധ്യാപകർക്ക് ചുമതലകൾ തീരുമാനിച്ചു നൽകുകയും ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ സോജൻ ജോസഫും PTA സെക്രട്ടറിയായി ശ്രീ തൗഫിക് കെ ബഷീറും SRG കൺവീനറായി ശ്രീമതി ടിറ്റി ആന്റണിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ചു വരുന്ന അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ പ്രസിഡന്റായി ശ്രീ ജോജോ പി ജോർജും MPTA പ്രസിഡന്റായി ശ്രീമതി ശ്രുതി സതീഷും ഹെഡ് മിസ്ട്രസ് ബീന ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ഇവരോടൊപ്പം നിന്നുകൊണ്ട് സ്കൂൾ PTA സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും ചെയ്തു വരുന്നു. ഓരോ ടീമിനു ശേഷവും ക്ലാസ് PTA നടത്തിവരുന്നു. ഉച്ചഭക്ഷണം. രുചികരമായ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ നിലവിൽ 337 കുട്ടികൾ പങ്കെടുക്കുന്നു. എല്ലാ ആഴ്ചയിലും പാലും മുട്ടയും നൽകി വരുന്നു. വിശേഷ അവസരങ്ങളിൽ പായസവും ഫ്രൈഡ് റൈസും നൽകുന്നു. ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീമതി ത്രേസ്യാമ്മ ഫ്രാൻസിസ് ആണ്. ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ശ്രീമതി സതി അനീഷിനെ നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ ലൈബ്രറി. ശ്രീമതി ദീപ്തി തോമസിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കും വായിക്കുന്നതിനായി 1000-ലധികം പുസ്തകങ്ങളടങ്ങിയ സ്കൂൾ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ക്ലബ്ബുകൾ. സയൻസ് ക്ലബ്, ഗണിത ക്ലബ്, പരിസ്ഥിതി ക്ലബ്, ഹെൽത്ത് ക്ലബ്, സുരക്ഷാ ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി ക്ലബ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവയുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരങ്ങളും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം, വായനാ ദിനം, യോഗാ ദിനം, സ്കൂൾ ഡേ, ചാന്ദ്രദിനം, അധ്യാപക ദിനം, ലഹരി വിരുദ്ധ ദിനം, ഭക്ഷ്യദിനം, സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, ഓണം, ശിശുദിനം, ക്രിസ്തുമസ് തുടങ്ങിയ ദിനങ്ങൾ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയും കുട്ടികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ജീസസ് കിഡ്സ്. കുട്ടികളെ ഈശോയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ കത്തോലിക്ക കുട്ടികളും അംഗങ്ങളായ KCSLന്റെ ഒരു ശാഖ ജീസസ് കിഡ്സ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ ഡേ, ക്രിസ്മസ്, മാതാവിന്റെ തിരുനാൾ തുടങ്ങിയവ KCSLന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന KCSL ജീസസ് കിഡ്സ് കലോത്സവത്തിൽ 4ാം സ്ഥാനവും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. ശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ. പുന്നത്തുറ, കിടങ്ങൂർ സ്കൂളുകളിൽ വെച്ച് നടന്ന ഉപജില്ലാതല ശാസ്ത്രമേളയിലും സാമൂഹ്യശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും നമ്മുടെ കുട്ടികൾ 1ാം സ്ഥാനവും ഓവറോളും കരസ്ഥമാക്കി. ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ 2ും കരസ്ഥമാക്കി. കായിക മത്സരം. ജനുവരി മാസം നടന്ന ഉപജില്ലാ കായികമേളയിൽ 1ാം സ്ഥാനവും ഓവറോൾ ട്രോഫിയും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി.
സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന അലോഷ്യസ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ കുട്ടികൾ ചാമ്പ്യന്മാരായി. ഉപജില്ലാ കലോത്സവം. ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ എയ്ഡഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ഓവറോൾ ട്രോഫിയും, അറബി സാഹിത്യോത്സവത്തിൽ 1ാം സ്ഥാനവും ഓവറോൾ ട്രോഫിയും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. കുട്ടികൾക്കും പരിശീലിപ്പിച്ച അധ്യാപകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. LSS 2024-25 സ്കൂൾ വർഷം 2 കുട്ടികൾക്ക് LSS സ്കോളർഷിപ്പ് ലഭിച്ചു. നിത ജോസഫ്, റോഷിം ബിനു എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. മറ്റു നേട്ടങ്ങൾ. ഏറ്റുമാനൂർ SM ലൈബ്രറി സംഘടിപ്പിച്ച കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുക്കുകയും ഓവറോൾ സെക്കൻഡ് കരസ്ഥമാക്കുകയും ചെയ്തു. KPSTA സ്വദേശ് മെഗാ ക്വിസ്, അറിവുത്സവം, SCH മുഹമ്മദ് കോയ ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, ഹരിതാവം കാർഷിക ക്വിസ് ഇവയിൽ നമ്മുടെ കുട്ടികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സയൻസ് ക്വിസ്, APJ അബ്ദുൽ കലാം ക്വിസ്, മലർവാടി ലിറ്റിൽ സ്കോളർഷിപ്പ് ക്വിസ് എന്നിവയിൽ 2ാം സ്ഥാനവും, ICH ചിത്രരചനാ മത്സരം, ഭരതനാട്യം, മലർവാടി ക്വിസ്, അക്ഷരമുറ്റം ക്വിസ് ഇവയിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജ്ഞാനോത്സവം, കോർപ്പറേറ്റ് തലം, വേദപാഠം 3-6 റാങ്കുകൾ, മോറൽ 2-6 റാങ്കുകൾ എന്നിവയും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. കരാട്ടെ, അബാക്കസ്, ബാസ്കറ്റ്ബോൾ പരിശീലനം. കുട്ടികളിൽ ശാരീരിക ക്ഷമതയും ആത്മനിയന്ത്രണവും വളർത്തുന്നതിനായി കരാട്ടെ പരിശീലനവും, കുട്ടികളിലെ ഗണിതശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അബാക്കസ് പരിശീലനവും, കായികശേഷിയും സ്പോർട്സിനോടുള്ള താല്പര്യം വളർത്തുന്നതിനായി ബാസ്കറ്റ്ബോൾ പരിശീലനവും ഈ അധ്യയന വർഷം സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. ബുൾബുൾ. കുട്ടികളിൽ സഹകരണ മനോഭാവം, സേവനം, അച്ചടക്കം എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്ലോക്ക് ലീഡർ ബിജി ജോണിന്റെ നേതൃത്വത്തിൽ 18 കുട്ടികൾ പ്രവർത്തിക്കുന്നു. ദേശീയ സമ്പാദ്യ പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ സമ്പാദ്യ പദ്ധതി ഈ വർഷവും സ്കൂളിൽ തുടർന്നു വരുന്നു. വിൽസൺ പോൾ. കുട്ടികളിൽ സഹോദര സ്നേഹവും പരോപകാര പ്രവർത്തനങ്ങളും വളർത്തുന്നതിനായി വിൽസൺ പോൾ പ്രവർത്തനങ്ങൾ ശ്രീമതി ഗീത ടീച്ചറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. പഠനയാത്ര. വിനോദവും വിജ്ഞാനവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം 2 പഠനയാത്രകൾ നടത്തി. ചിറ്റിലപ്പള്ളി പാർക്ക്, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് പഠനയാത്ര നടത്തിയത്. യാത്രകൾ കുട്ടികൾ ആസ്വദിച്ചു. ഈ സ്കൂളിന് വേണ്ട എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിനും മറ്റ് ഇതര സ്ഥാപനങ്ങൾക്കും PTA അംഗങ്ങൾക്കും നന്ദി. ഈ അധ്യയന വർഷം മികവുകളാൽ സമ്പന്നമാക്കിയ അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾക്കും സർവോപരി സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു.